ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ ഹിൽ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു ആവശ്യമോ ആഗ്രഹമോ യൂണിവേഴ്സിന് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ആ സമർപ്പിച്ചതിന് ശേഷം സ്വസ്ഥായിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അത്. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചു, അത് സറണ്ടർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളതിൽ ശരിക്കും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ്. സറണ്ടർ ചെയ്ത കാര്യം അത് സംഭവിച്ചോളും. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട. നിങ്ങൾ ഇതുപോലെ ഒരു ശരിക്കും സമാധാനത്തിൽ നിങ്ങൾ ഇരിക്കുക. നമ്മളൊരു കാര്യം ശരിക്കും വിശ്വസിച്ച് സമർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യണ്ട എന്നുള്ളതാണ് ഡിവൈൻ പറയണത്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ ആവശ്യമില്ലാതെ നടക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് വേണ്ട. അത് നമ്മൾ സമർപ്പിച്ചിട്ടുള്ള കാര്യമാണ്, അത് വേണ്ട എന്നുള്ളതാണ്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്നു. ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നു. അല്ലെങ്കിൽ ഒരു കാർമിക് സൈക്കിൾ ഇങ്ങനെ അനുഭവിച്ച് തീർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന ഏതോ ഒരു ബാഡ് കർമ്മയുടെ ഫലം നിങ്ങൾ ഈ ഒരു സമയം അനുഭവിക്കുന്നു. അത് തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് സ്റ്റിൽ അതുണ്ട് നിങ്ങളിൽ. അപ്പോൾ ഈ ഒരു സമയം ശരിക്കും കുറേ ആൾക്കാർക്ക് അത് ഒരു തീവ്രതയോടുകൂടി വന്നിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ തീവ്രതയോടുകൂടി ആ ഓർമ്മകളായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം സംഭവിക്കുന്ന, നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ വിഷമിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ കർമ്മയിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെയോ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലെ കൂടി, കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി ഈ ജന്മത്തിൽ നിങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ടാകും എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് ആ ഒരു പെയിൻ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാർമിക് സൈക്കിൾ എൻഡാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്കിത് മാറിപ്പോകാൻ പറ്റും. നിങ്ങൾ തിരിച്ചറിയുന്ന സമയം നിങ്ങൾക്കിത് മാറിപ്പോകാൻ പറ്റും. കാരണം നമ്മളുടെ കർമ്മയാണ് എന്ന് തിരിച്ചറിയുന്ന സമയം ഇത് നമ്മളിൽ നിന്ന് മാറിപ്പോകും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം. കുറേ പണിയുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു തീർക്കുക. നമ്മൾ ഇന്നത് പെൻഡിങ്ങിൽ വെച്ചാൽ നാളത്തെ ജോലി കൂടി ഇതും കൂടി ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ശരിക്കും റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കേണ്ടി വരും. പിന്നെ മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾ ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഈ ഒരു സമയം ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. ഇന്ന് ഓഫീസിൽ ശരിക്കും ഒരുപാട് ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എവിടെയായാലും ബിസി ആയിട്ടുള്ളൊരു ഒരു ദിവസമായിരിക്കും. ഒരുപാട് ജോലികൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും എന്നാണ് കാണുന്നത്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു യൂണിയൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയുമായിട്ടൊരു യൂണിയൻ്റെ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു കാര്യം നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതായിരിക്കാം. ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായ ഒരു കാര്യമായിരിക്കാം. ഈ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. ആ കാത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരാനുള്ളൊരു സമയമായി എന്നാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിക്കും ഇതേ ഒരു ഇമോഷൻ നിങ്ങളോട് തോന്നുന്നുണ്ടായിരിക്കാം.
ചിലപ്പോൾ കുറേ കാലം ഒരു തരത്തിലുള്ള ഒരു ഇമോഷനും ഇല്ലാതിരുന്നിട്ട് ഇടയ്ക്ക് ഇന്നലെയോ മെലിയാന്നോ ഒക്കെ ഒത്തിരി അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നിട്ടുണ്ടായിരിക്കാം, ഫീലിങ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണ് കാണുന്നത്. അപ്പം പിന്നെ ഇത് കുറച്ച് ആൾക്കാർക്ക് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു നല്ല ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ എനർജിയുമായി കണക്റ്റഡ് ആയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പിൽ വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. സ്ട്രെങ്താണ്. ഈ കുറേ കാലം ഇങ്ങനെ അടക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അത് ചിലപ്പോൾ മണപൊട്ടി ഇങ്ങനെ പുറത്ത് ഇറങ്ങുന്ന ഒരു സമയം കൂടി ആയിരിക്കും. നിങ്ങൾക്ക് ശരിക്കും ഒത്തിരി ദേഷ്യമൊക്കെ വരാം ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് ഭയം തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന, നിങ്ങളെപ്പോഴും ഹരാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അത് വീട്ടിലോ ഓഫീസിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളോടൊരു ഭയം തോന്നാം. നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ഒരു സ്ട്രെങ്ത് കിട്ടി, അല്ലെങ്കിൽ എത്രയും ശക്തി നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ആലോചിച്ച നിങ്ങളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മളെ വാക്ക് കൊണ്ട് നമ്മളൊന്നും പറയാതെ ഇരിക്കുക. നമ്മളൊരു കാം എനർജിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിക്കും ദേഷ്യം ആരോടൊക്കെയോ ഒക്കെ തോന്നാനുള്ളൊരു എനർജിയാണ്. അപ്പം നിങ്ങൾ ഇപ്പം എത്ര ദേഷ്യം തോന്നിയാലും നമ്മളത് വാക്കിലൂടെ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. അപ്പം ഇന്നതൊന്ന് മനസ്സിനൊന്ന് സംയമനം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരു പ്രണയത്തിൻ്റെ എനർജിയാണ് കേട്ടോ. പുതിയ പുതിയ ചില കാര്യങ്ങൾ, പുതിയ പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. പുതിയ ഒരു പാഷൻ നിങ്ങളിലേക്ക് വരുന്നു. പുതിയ ഐഡിയാസ് വരുന്നു. നിങ്ങളോടൊരു സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്നു. കുറേ ആൾക്കാർക്ക് ഒരു സ്പിരിച്വലായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നല്ലൊരു അറിവ് കിട്ടുന്നു എന്നൊക്കെയാണ് കാണുന്നത് ഇതിനകത്ത്. ടെമ്പറൻസിൻ്റെ എനർജിയാണ്. ഇതിലൊരു ബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുറേ പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തന്നെ സാധൂകരിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വരേണ്ട കാര്യമാണ്, ഇത് വന്നാൽ മാത്രമേ എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് വന്നതൊക്കെ നിങ്ങൾ സ്വയം ആലോചിച്ച് നിങ്ങളൊരു സമാധാനത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും അതിൻ്റെ പിറകിലൊരു കാര്യം ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാകും. അപ്പോൾ ആ കാരണം നിങ്ങൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നിങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഒരു നിഗൂഢമായ കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു ആകാംക്ഷ നിങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ എത്രമാത്രം സ്പിരിച്വലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് വേറെ ഒരു സ്പെഷ്യലാണ് നിങ്ങൾ. മറ്റുള്ളവരെ പോലെ അല്ല, അവരിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യസ്തത നിങ്ങൾക്കുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ സമയം എന്ത് വ്യത്യാസമാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഈ ഒരു ജന്മത്തിൽ കിട്ടും. അത് ഒരുപാട് പെയിൻഫുൾ ആയിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെ ദൈവം അവരിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകും. നിങ്ങൾ ഏതിലാണോ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ആ കാര്യത്തെ ആദ്യം തന്നെ കട്ട് ചെയ്യും. സ്പിരിച്വൽ പാത്തിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏത് കാര്യത്തിലാണ് നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ആ ഒരു കാര്യത്തെ ആദ്യം കട്ട് ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന പല കാര്യങ്ങളും, റിലേഷൻഷിപ്പ് മാത്രമാണെന്നല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കട്ട് ചെയ്ത് നമ്മളെ ഒറ്റയ്ക്കാക്കി കളയും. അപ്പം ആ ഒറ്റയ്ക്കാക്കുന്നത് നമുക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്ന് ഒരു ടെസ്റ്റിംഗ് പോലെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പിന്നെയും വേദനകൾ ഉണ്ടാകുന്നത്, ഇത്രയും സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ ഇൻഡ്യൂഷനെ വിശ്വസിക്കണം. കാരണം നിങ്ങൾ അത്രയും ഇൻഡ്യൂട്ടീവായിട്ടുള്ള, അത്രയും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇനിയും നിങ്ങളിലൂടെ മറ്റുള്ളവർ കുറേയധികം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ
ആദ്യം നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് കാണുന്നത്. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഓവർ തിങ്ക് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം, അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറേ ആൾക്കാർ, അതിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്ന കുറേ ആൾക്കാർ, അതിന് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ. നമ്മൾ ഉള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് എന്ത് കാര്യമാവട്ടെ നമ്മളുടെ മുന്നിലുള്ളത് അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഈ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഒരു പൂർണ്ണതയില്ലാത്ത അല്ലെങ്കിൽ നമ്മളിൽ ഇല്ലാത്ത ഒരു എനർജിയാണ് നമ്മൾ അട്രാക്ട് ചെയ്യണത്. അപ്പം നിരാശയാണ് അട്രാക്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾക്കും ബ്ലോക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് കാര്യം, ഒരു ചെറിയ കാര്യം നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ പോലും നമ്മളത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എപ്പോഴും. നമുക്ക് വീടുള്ളതിന്, നമുക്ക് വണ്ടി ഉള്ളതിന്, നല്ല ആഹാരം കഴിക്കാനുള്ളതിന്, നല്ല വസ്ത്രമുള്ളതിന്, നമുക്ക് ജോലിയുള്ളതിന്, വേറെ ഏറ്റവും അത്യാവശ്യം നമുക്ക് കിടപ്പാടമുള്ളതിന്, ഇതൊന്നും ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ഉള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കുറച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾക്കൊരു പ്രണയം വരുന്നതോ അതേ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു പ്രണയം തിരിച്ചു വരുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തികൾ തിരിച്ച് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നതും ആകാം. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും നിങ്ങൾ കാത്തിക്കുകയും ചെയ്ത ഒരു കാര്യമായിരിക്കാം അത്. അപ്പോൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് റിലേഷൻഷിപ്പിൽ ഒരുപാട് സന്തോഷിക്കാനുള്ളൊരു അവസരം വരും എന്നാണ് കാണുന്നത് കേട്ടോ. 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 2-3 പേര് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യം ഒറ്റയ്ക്ക് ചെയ്തു തീർക്കേണ്ട ഒരവസ്ഥ വരും ഇന്നത്തെ ദിവസം കുറേ ആൾക്കാർക്ക്. അപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവർ ലീവ് ആയതുകൊണ്ടോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ ജോലിയും കൂടെ ചെയ്യേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ വീട്ടിൽ തന്നെയും 2-3 പേർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് വളരെ ഫോക്കസ് ചെയ്ത് ആ ഒരു കാര്യം ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങളുടെ കർമ്മയിലുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മാത്രം ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വിധി. അതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആകാതെ എന്നെ കൊണ്ട് ഇത് ഇത്രയും പറ്റുമെന്ന് ചിന്തിക്കാതെ കാമായിട്ട് സന്തോഷമായിട്ട് അത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. പുതിയൊരു ജോബ് ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഓഫർ ആയിരിക്കാം, പുതിയൊരു ജോബ് ഓഫർ ആയിരിക്കാം, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ഓഫറായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഗൈഡൻസ് എടുക്കാം. എംബ്രസിന്റെ എനർജിയാണ്. ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ് ഇത്. ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ശരിക്കും ഒരു സ്പിരിച്വൽ ഗ്രോത്തും അബണ്ടൻസും ഒക്കെ വരുന്നൊരു സമയമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് വരുന്ന മാറ്റം വളരെ പോസിറ്റീവാണെന്നും നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കർമ്മയാണെന്നും ഒക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചത് ആ ഒരു കാര്യം ഈ ഫെമിനൈൻ എനർജി ഉണരുന്നതോടുകൂടി നിങ്ങൾക്കത് അത് സക്സസ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു പ്രഗ്നൻസി ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ വേറെ എന്തെങ്കിലും തരത്തിലൊരു കാര്യം തുടങ്ങണം എന്ന് വിചാരിക്കുന്നതാകട്ടെ, എന്തു തന്നെ ആയാലും ഈ ഒരു സമയം അതിന് അനുകൂലമാണ് എന്നുള്ളതാണ്. ഡെവിളാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഷാഡോ മനസ്സിലാക്കേണ്ട
ഇതാണെന്നുള്ളത്. നിങ്ങളുടെ ഷാഡോ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ട്രോമാസ്, നമ്മൾ കുഞ്ഞിലേ മുതലേ അനുഭവിച്ച കുറേ ട്രോമാസ് ഉണ്ടായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പം മറ്റുള്ളവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചതും നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ട്രോമയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ അത് കിടപ്പുണ്ടായിരിക്കാം. ശരിക്കും ഒരു ഈഗോ, ആവശ്യമില്ലാത്ത ഒരു ഈഗോ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അത് മാറ്റുന്നത് നല്ലതാണ്. കാരണം നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ ഒരു ഈഗോ ശരിക്കും ഒരു വിലങ്ങുതടിയാകും. കാരണം നിങ്ങൾ ഈ ഒരു സമയം സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ്. ഹൈലി സ്പിരിച്വലായിട്ടുള്ള എനർജിയാണ് നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ സെയിം ടൈം നിങ്ങൾക്കൊരു ഈവിൾ എനർജി കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഒരു ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല നല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസും ഒരു ഹാലൂസിനേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും, അയ്യോ ഇത് സത്യമാണോ മിഥ്യയാണോ എന്നൊക്കെ ഉള്ളത് ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നേക്കാം. അതുകൊണ്ട് ഈ ഒരു എനർജിയെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത ഒരാളിൻ്റെ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ വേറെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ, ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്താഗതികൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ പൂർണ്ണമായി അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ ഡിവൈനുമായിട്ട് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കും തോറും നെഗറ്റീവായിട്ടുള്ള ഫോഴ്സസ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പല പ്രശ്നങ്ങളായിട്ട്, പല പ്രലോഭനങ്ങളായിട്ട് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നമ്മൾ അതിന് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെട്ടുപോകാതിരിക്കുക. കാരണം ഇത് ഒത്തിരി തടസ്സങ്ങളുണ്ടാക്കും, നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിൽ ഒത്തിരി തടസ്സങ്ങളുണ്ടാക്കും. നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളിലും ഒരു അട്രാക്ഷനോ അഡിക്ഷനോ ഒക്കെ തോന്നും. അപ്പം നമ്മൾ നേർവഴി നടക്കുമ്പോൾ എപ്പോഴും പിശാചിന് അത് ഇഷ്ടാവണമെന്നില്ല. അപ്പോൾ പിശാച് അത് നിങ്ങളുടെ വഴിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കും. ഇത് നോക്കിക്കോ, ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് പകുതിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ വേറെ ഈ പിശാചിൻ്റെ വഴിയെ പോകും. അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഇതിൽ ഡിവൈൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വഴി സ്പിരിച്വൽ പാത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത ചിന്താഗതി ആയിരിക്കാം, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ചിന്തകളായിരിക്കാം, ഇതൊക്കെ നിങ്ങൾ മതിയാക്കണം എന്നാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. നമുക്കിനി മഹാദേവൻ്റെ ആ ഒരു എനർജി എന്താണെന്ന് നോക്കാം. ഭഗവാന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ അക്സെപ്റ്റഡ് ആണ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്തു എന്നാണ്, അംഗീകരിച്ചു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം ഓൾറെഡി കേൾക്കുന്നുണ്ടായിരുന്നു, അത് ദൈവം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചത്, ചിലപ്പോൾ അത് വീടിനായിരിക്കാം, നല്ലൊരു ജോലിക്കായിരിക്കാം, ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിയാകാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്ത് തന്നെയായാലും അത് ഭഗവാൻ അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം, ഒരു കാർഡ് കൂടി നോക്കാം. ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലെസ്സിങ്സ് വരുന്നത് ഒരുപാട് കാര്യങ്ങളിലൂടെയാണ്. അപ്പം നിങ്ങൾ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യണമെങ്കിലും അപ്പോൾ ഭഗവാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് തലങ്ങളിലൂടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരും. ഇപ്പം ഇത് ഭഗവാനാണെങ്കിലും ഇതിൽ ഹനുമാനുണ്ട്, ദേവിയുണ്ട്, വിഷ്ണു ഉണ്ട്. അപ്പോൾ കുറേയധികം ശക്തികളുണ്ട് ഈ ഭൂമിയിൽ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രെയർ ചെയ്യുന്ന ആ ഒരു ശക്തി തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നത്. ഒരുപാട് വഴികളിലൂടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നു. അപ്പം ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ഇരിക്കുന്ന ശക്തികൾ പോലും നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു കുടുംബ പരദേവതയെ നിങ്ങൾ ഒന്ന്
വിളിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ പരദേവതാ ക്ഷേത്രങ്ങൾ നമ്മൾ പുറത്ത് വേറെ എവിടെ പോയി പ്രാർത്ഥിച്ചിട്ടും അതിൽ കാര്യമില്ല. പക്ഷെ നമ്മളുടെ പരദേവതയെ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വേറെ ദൂരെയുള്ള കുറേ അമ്പലങ്ങളിലൊക്കെ പോകും, അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ പോകും. നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ കുടുംബം എന്ന് പറയുന്ന അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന, ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതാണ് ഭഗവാനിൽ നിന്നുള്ള മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.